നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ കലാമേള ആരംഭിക്കുകയാണ്. ഈ കലാമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിയും എൻ്റെ ബാല്യകാല സുഹൃത്തുമായ ശ്രീ മാധവൻ എം.എ. ധവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു മന്ത്രിയാണ്, നമുക്കറിയാതെ. എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ ഉദ്ഘാടനമാണ്. 10ാമത്തെ ഉദ്ഘാടനമാണ്. എന്നാലും ഞാൻ അദ്ദേഹത്തെ വളരെ നന്ദി അറിയിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നതിന്. ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം വളരെയധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു ലജ്ജയില്ല. ഒന്നും ഇപ്പോൾ എടുത്തു പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ഏറ്റവും പുതിയതായി ചില വികസന പ്രവർത്തനങ്ങൾ കൂടി ഇന്ന് ഈ കലാമേളയോടൊപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇപ്പോൾ ഈ കലാമേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പഞ്ചായത്തിന്റെ വകയായി ഒരു പൊന്നാട ഇപ്പോൾ അണിയിക്കുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സോഡ കിട്ടുമോ? സോഡ ഉണ്ടോ? എനിക്കൊരു സോഡ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ കലോത്സവം ഉദ്ഘാടനം ചെയ്യുവാൻ നിങ്ങളുടെ പ്രസിഡന്റും എന്റെ ബാല്യകാല സുഹൃത്തുമായ ശ്രീ റഹാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഞാൻ ഓർത്തു പോവുകയാണ് ഞങ്ങളുടെ ചെറുപ്പകാലം. ഞങ്ങൾ കല്ലുകുത്തിക്കളിയും പാട്ടും ബില്ലിയാർഡ്സും ഗോൾഫും കളിച്ചു നടന്ന കാലം. അദ്ദേഹം ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം വളരെയധികം വികസിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പഞ്ചായത്ത് വളരെയധികം വികസിച്ചിട്ടുണ്ട്. വളരെ കാലത്തെ ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷം നിങ്ങളുടെ ചിരകാലാഭിലാഷമായ, നിങ്ങളുടെ സ്വപ്നമായ ഈ പഞ്ചായത്ത് ഹാളിന്റെ ഉദ്ഘാടനം, പഞ്ചായത്ത് ഹാളിന്റെ പാർക്കിംഗ് ലോട്ടിന്റെ ഉദ്ഘാടനം, പഞ്ചായത്ത് ഹോളും അല്ല പാർക്കിംഗ് ലോട്ടും അല്ല, പിന്നെ എന്തിന്റെ ആടോ? അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ വലിക്കുന്നത്. അപ്പൊ ഹോളും അല്ല പാർക്കിംഗ് ലോട്ടും അല്ല, ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിന്റെ ഉദ്ഘാടനത്തിനാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. തന്റെ ഭരണം കഴിയുന്നതിന് മുമ്പ് ഇതുവല്ലോ നടക്കൂടോ? ഈ പ്ലാനിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഔദ്യോഗികമായി ഞാൻ ഇതാ നിർവഹിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, മാസ്റ്റർ പ്ലാനിന്റെ ഉദ്ഘാടനം വളരെ ഗംഭീരമായി ഇവിടെ മന്ത്രി നടത്തിയിരിക്കുകയാണ്. അടുത്തതായി ഇവിടെ വിവിധ കലാപരിപാടികളാണ് അരങ്ങേറാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു കഥാപ്രസംഗമാണ്. സുപ്രസിദ്ധ കാതികനും കഥാപ്രസംഗ ലോകത്തെ ചക്രവർത്തിയുമായ മുതുകുളം മധുകുമാറിന്റെ കഥാപ്രസംഗമാണ് അടുത്തതായിട്ടുള്ളത്. അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 299ാമത്തെ സ്റ്റേജാണിത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന് ഒരു പൊന്നാടയിട്ട് സ്വീകരിക്കുന്നതാണ്. പൊന്നാട എല്ലാവരുടെയെങ്കിലും കാല് പിടിക്കാൻ, എല്ലാവരുടെയും കാലിൽ നീ പിടിക്കേണ്ട കാര്യം കഥാപ്രസംഗം മോശമാലേ ഉള്ളൂ. നന്നായാലും അവരൊക്കെ എന്റെ കാല് പിടിക്കരുത് കേട്ടോ. അതിന്റെ കാലൊക്കെ തരുന്ന കാര്യം. ഞാൻ അതിമനോഹരമായ ഒരു കഥാപ്രസംഗത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്റെ കഥയുടെ പേര് വത്സല. കഥയുടെ പേരാണ്. നിങ്ങളെ മുഴുവനും അതിമനോഹരമായ ഒരു കുന്നിന്റെ താഴ്വരയിലേക്കും ഞാൻ ഇതാ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ കുന്നിന്റെ താഴ്വരയിൽ അതാ അതിമനോഹരമായ റോഡുള്ള ഒരു കൊച്ചുപുര. ആ
ആ പുരയുടെ ചൂട്ടിൽ കഥാനായിക വത്സല ശോകമൂകമായി അവിടെ നിൽക്കുകയാണ്. വേദന തിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരുടെ മാന്തി പറിച്ചതാണി കഥ. അല്ലാതെ കാലത്തെ എണ്ണീറ്റപ്പോൾ എന്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, മോനെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തൃപ്രയാറുടെ കഥാപ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല കഥയല്ല. പിന്നെയോ വേദന തിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരുടെ മാന്തി പറിച്ചതാണി കഥ. കാലത്തെ എന്റെ ഭാര്യ കാപ്പി കൊണ്ടുവന്ന്, ചേട്ടാ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇന്ന് എനിക്ക് തൃപ്രയാറുടെ കഥാപ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ തന്ന കഥയല്ലേ ഇത്. പിന്നെയോ വേദന തിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരുടെ മാന്തി പറിച്ചതാണി കഥ. കാലത്തെ എന്റെ മോൾ എന്റെ മുന്നിലേക്ക് വന്ന ചോദിച്ചപ്പോൾ മോളെ എനിക്ക് തൃപ്രയാറുടെ കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്ന കഥയല്ലേ ഇത്. പിന്നെയോ വേദന തിങ്ങും കഥ പറയല്ലേ കഥ പറയുക. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറുമ്പോൾ എന്റെ അമ്മാവൻ എതിരെ വന്ന് ചോദിച്ചു, മോനെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തൃപ്രയാറുടെ കഥാപ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇതിരിക്കട്ടോ എന്ന് പറഞ്ഞു തന്ന കഥയല്ലേ ഇതാ. വേദന തിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പഠിക്കുന്നുണ്ടല്ലോ. നിനക്ക് എവിടെയാണ് വേദന? നീ ഈ കാലത്ത് നിന്റെ വീട്ടിൽ വന്നിട്ട് കാലെ പിടിച്ചോണ്ടാണ് നീ സ്റ്റേജിൽ കയറാൻ ഞാൻ സംഭവിച്ചത്. നീ എന്റെ മാനം കളയുന്നു. മര്യാദ കഥ പറയണം. കഥ പറയല്ലേ? നിനക്ക് എന്താ കഥ പറയുന്നത് ഇത്ര വിഷമം? നീ കഥ പറ. കഥ പറയല്ലേ? കഥ പറയാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? നീ കഥ പറ. കഥാപ്രസംഗത്തിന്റെ പുസ്തകം മറന്നുപോയി മാഷേ. എന്റെ പൊന്നാട പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു അത്യാഹിതം ഇവിടെ സംഭവിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഖേദം അറിയിക്കുകയാണ്. അത് ഞാൻ ഈ സമ്മേളനത്തിന് ശേഷം രേഖപ്പെടുത്തിക്കോളാം. ഒരു നിമിഷം. ഈ കഥാപ്രസംഗ ലോകത്തെ മറ്റൊരു ചക്രവർത്തിനിയും സുപ്രസിദ്ധ കാതികയുമായ സൂസൻ എവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടി. സൂസന്ന ഈ സ്റ്റേജിന്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് കടന്നു വന്ന് ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ച് ഈ പഞ്ചായത്തിന്റെ മാനം നിശ്ചയിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. സൂസന്ന ദയവായി ഈ സ്റ്റേജിലേക്ക് കടന്നു വരണം. സൂസന്ന ഇതാ നമ്മൾ സൂസന്ന ഇതാ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. കഥ അവതരിപ്പിക്കുന്നതിനായിട്ട് ഞാൻ സൂസന്നെ ക്ഷണിച്ചുകൊള്ളു.